ശാന്തി 2/2/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2003 മധുബൻ. ഈ വർഷം നിമിത്തവും വിനയമുള്ളവരുമായി ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. അഖണ്ഡ മഹാദാനിയാകൂ. ഇന്ന് അനേകം ഭുജാധാരിയായ ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ഭുജങ്ങളെ നോക്കുകയാണ്. ചില ഭുജങ്ങൾ സാകാരത്തിൽ മുന്നിലുണ്ട്, ചില ഭുജങ്ങൾ സൂക്ഷ്മ രൂപത്തിൽ കാണപ്പെടുകയാണ്. ബാബ്ദാദ തൻ്റെ അനേകം ഭുജങ്ങളെ കണ്ട് ഹർഷിതമായി കൊണ്ടിരിക്കുന്നു. എല്ലാ ഭുജങ്ങളും നമ്പർ അനുസരിച്ച് വളരെയധികം ഓൾറൗണ്ടറും എവർ റെഡിയും ആജ്ഞാകാരിയുമായ ഭുജങ്ങളാണ്. ബാബ്ദാദ കേവലം സൂചന നൽകുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ്സ് ആയവർ പറയുന്നു, ശരി ബാബ, ഹാജരാണ് ബാബ, ഇപ്പോൾ ബാബ. ഇങ്ങനെയുള്ള മധുരമായ കുട്ടികളെ കാണുമ്പോൾ എത്ര സന്തോഷമുണ്ടാകുന്നു. ബാബ്ദാദയ്ക്ക് ആത്മീയ അഭിമാനമുണ്ട്. ബാബ്ദാദയ്ക്കല്ലാതെ മറ്റൊരു ധർമാത്മാവിനോ മഹാനാത്മാവിനോ ഇങ്ങനെയുള്ളവരും ഇത്രയും സഹയോഗിയുമായ ഭുജങ്ങളെ ലഭിക്കുന്നില്ല. നോക്കൂ, മുഴുവൻ കൽപ്പത്തിലും ചുറ്റി സഞ്ചരിക്കൂ. ഇങ്ങനെയുള്ള ഭുജങ്ങൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ബാബ്ദാദ ഓരോ ഭുജത്തിൻ്റെയും വിശേഷത നോക്കുകയാണ്. മുഴുവൻ വിശ്വത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷ ഭുജങ്ങളാണ്. പരമാത്മാവിൻ്റെ സഹയോഗികളായ ഭുജങ്ങളാണ്. നോക്കൂ, ഇന്ന് ഈ ഹാളിലും എത്ര പേർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് ഹാളിൽ 18,000-ത്തേക്കാളും അധികം സഹോദരീ സഹോദരന്മാർ ഇരിക്കുകയാണ്. എല്ലാവരും സ്വയം പരമാത്മാവിൻ്റെ ഭുജമാണ് എന്ന് അനുഭവിക്കുന്നുണ്ടോ? അഭിമാനം ഉണ്ടല്ലോ. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. 4 ഭാഗത്തു നിന്നും നവവർഷം ആഘോഷിക്കുന്നതിനു വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ നവവർഷം എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? പുതിയ യുഗം, പുതിയ ജന്മം. ലാസ്റ്റ് ജന്മം എത്രത്തോളം അതിപുരാതനമാണോ അത്രയും തന്നെ ആദ്യത്തെ ജന്മം പുതിയതും എത്ര സുന്ദരവുമാണ്. ഇത് ശ്യാമം, അത് സുന്ദരം. ഇത്രയും സ്പഷ്ടമാണ്. ഇന്നത്തെ ദിവസം പഴയ വർഷവും സ്പഷ്ടമായിരിക്കുന്നത് പോലെ പുതിയ വർഷവും മുന്നിൽ സ്പഷ്ടമാണ്. ഇപ്രകാരം തൻ്റെ നവയുഗവും പുതിയ ജന്മവും സ്പഷ്ടമായി മുന്നിൽ വരുന്നുണ്ടോ? ഇന്ന് ലാസ്റ്റ് ജന്മത്തിലാണ്, നാളെ ഫസ്റ്റ് ജന്മത്തിലായിരിക്കും. ക്ലിയർ ആണോ? മുന്നിൽ വരുന്നുണ്ടോ? ആരാണോ ആദിയിലുണ്ടായിരുന്ന കുട്ടികൾ, അവർ ബ്രഹ്മബാബയ്ക്കുണ്ടായ ഈ ഒരു അനുഭവം ചെയ്തു. ബ്രഹ്മബാബയ്ക്ക് ഏതുപോലെ തൻ്റെ പുതിയ ജന്മത്തിലെ രാജകീയ ശരീരമാകുന്ന വസ്ത്രം സദാ മുന്നിൽ കൊളുത്തിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണുമായിരുന്നു. ഇന്ന് വൃദ്ധനാണ്, നാളെ ചെറിയൊരു കുട്ടിയായി മാറും എന്ന് ബ്രഹ്മബാബയ്ക്കുണ്ടായ അനുഭവം കൂടിക്കാഴ്ച നടത്താൻ പോയ കുട്ടികൾക്ക് അനുഭവപ്പെടുമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? പഴയവർക്ക് ഓർമ്മയുണ്ടോ? ഇന്നിൻ്റെയും നാളെയുടെയും കളി തന്നെയാണ്. ഇത്രയും സ്പഷ്ടമായി ഭാവി അനുഭവപ്പെടണം. ഇന്ന് സ്വരാജ്യ അധികാരിയാണ്, നാളെ വിശ്വരാജ്യ അധികാരി. ലഹരിയുണ്ടോ? നോക്കൂ, ഇന്ന് കുട്ടികൾ കിരീടമണിഞ്ഞ് ഇരിക്കുകയാണ്. റിട്രീറ്റിൽ വന്നിരിക്കുന്ന ഡബിൾ വിദേശികളായ ചെറിയ കുട്ടികൾ കിരീടം ധരിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ലഹരിയാണുള്ളത്? കിരീടം അണിയുമ്പോൾ എന്ത് ലഹരിയാണുള്ളത്? ഇവർ ഫരിസ്തയുടെ ലഹരിയിലാണ്. നമ്മൾ ലഹരിയിലാണ് എന്ന് കൈവീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എന്തു ചെയ്യും? പുതുവർഷത്തിൽ എന്ത് നവീനത ചെയ്യും? ഏതൊരു പ്ലാനാണ് ഉണ്ടാക്കിയത്? എന്ത് നവീനത ചെയ്യും? പ്രോഗ്രാം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ലക്ഷങ്ങളുടേത് ചെയ്തു, 2 ലക്ഷത്തിൻ്റേതും ചെയ്തു.
എന്ത് നവീനത ചെയ്യും? ഇക്കാലത്തെ ലോകർ ഒരു ഭാഗത്ത് സ്വപ്രാപ്തിക്ക് വേണ്ടി ഇച്ഛയുള്ളവരുമാണ്, എന്നാൽ ധൈര്യഹീനരാണ്. ധൈര്യമില്ല. കേൾക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, എന്നാൽ ആയിത്തീരാനുള്ള ധൈര്യമില്ല. ഇങ്ങനെയുള്ള ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തുന്നതിനായി ആദ്യം ആത്മാക്കൾക്ക് ധൈര്യത്തിൻ്റെ ചിറക് പിടിപ്പിക്കൂ. ധൈര്യത്തിൻ്റെ ചിറകിൻ്റെ ആധാരമാണ് അനുഭവം. അനുഭവം ഉണ്ടാക്കിക്കൂ. അനുഭവം ഇങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതായത് ഒരല്പം അഞ്ജലി ലഭിച്ചതിന് ശേഷം അനുഭവം നേടിയെങ്കിൽ അതിനെ അനുഭവത്തിൻ്റെ ചിറക് എന്ന് പറയാം, അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ പാദം എന്ന് പറയാം. അതിലൂടെ ധൈര്യത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതിനുവേണ്ടി വിശേഷിച്ച് ഈ വർഷം നിരന്തരം അഖണ്ഡ മഹാദാനി ആകേണ്ടി വരും. അഖണ്ഡം മനസ്സിലൂടെ ശക്തി സ്വരൂപമാകൂ. മഹാദാനിയായി മനസ്സിലൂടെ വൈബ്രേഷൻസിലൂടെ നിരന്തരം ശക്തികളുടെ അനുഭവം ഉണ്ടാക്കിക്കൂ. വാചായിലൂടെ ജ്ഞാനദാനം നൽകൂ. കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ദാനം നൽകൂ. മുഴുവൻ ദിവസവും മനസ്സിലൂടെയോ വാക്കിലൂടെയോ കർമ്മത്തിലൂടെയോ മൂന്നിലൂടെയും അഖണ്ഡ മഹാദാനിയാകൂ. സമയമനുസരിച്ച് ഇപ്പോൾ ദാനിയല്ല, ഇടയ്ക്കിടയ്ക്ക് ദാനം ചെയ്തു എന്നല്ല, അഖണ്ഡദാനി. കാരണം ആത്മാക്കൾക്ക് ആവശ്യകതയുണ്ട്. അപ്പോൾ മഹാദാനി ആകുന്നതിനായി ആദ്യം തൻ്റെ ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യൂ. 4 സബ്ജക്റ്റിലും ശേഖരണത്തിൻ്റെ കണക്ക് എത്ര പെർസെൻറ്റേജിൽ ഉണ്ട്? അഥവാ സ്വയം തന്നിൽ ശേഖരണത്തിൻ്റെ കണക്ക് ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ എങ്ങനെ മഹാദാനിയാകും? ശേഖരണത്തിൻ്റെ കണക്കിനെ ചെക്ക് ചെയ്യാനുള്ള അടയാളം എന്താണ്? മനസ്സായും വാചായും കർമ്മത്തിലൂടെയും സേവനം ചെയ്തു. എന്നാൽ ശേഖരണത്തിൻ്റെ അടയാളമാണ് സേവനം ചെയ്യുമ്പോഴും ആദ്യം സ്വയം തൻ്റെ സന്തുഷ്ടത. അതിനോടൊപ്പം ആരുടെ സേവനം ചെയ്യുന്നുവോ ആ ആത്മാക്കളിൽ സന്തോഷത്തിൻ്റെ സന്തുഷ്ടത വന്നുവോ? അഥവാ 2 ഭാഗത്തും സന്തുഷ്ടത ഇല്ലെങ്കിൽ മനസ്സിലാക്കൂ, സേവനത്തിൻ്റെ കണക്കിൽ താങ്കളുടെ സേവനത്തിൻ്റെ ഫലം ശേഖരിക്കപ്പെട്ടില്ല. ബാബ്ദാദ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ശേഖരണത്തിൻ്റെ കണക്ക് നോക്കുന്നു. ചിലയിടങ്ങളിൽ പ്രയത്നം കൂടുതലുണ്ട്, എന്നാൽ ശേഖരണത്തിൻ്റെ ഫലം കുറവാണ്. കാരണമെന്താണ്? 2 ഭാഗത്തുമുള്ള സന്തുഷ്ടതയുടെ കുറവ്. അഥവാ സ്വയമോ മറ്റുള്ളവരോ സന്തുഷ്ടതയുടെ അനുഭവം ചെയ്തില്ലെങ്കിൽ ശേഖരണത്തിൻ്റെ കണക്ക് കുറയുന്നു. ബാബ്ദാദ ശേഖരണത്തിൻ്റെ കണക്ക് വളരെ സഹജമായി വർദ്ധിപ്പിക്കാനുള്ള ഗോൾഡൻ താക്കോൽ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ആ താക്കോൽ എന്താണെന്ന് അറിയാമോ? ലഭിച്ചു കഴിഞ്ഞുവല്ലോ. സഹജമായി ശേഖരണത്തിൻ്റെ കണക്ക് നിറയ്ക്കുന്നതിനുള്ള ഗോൾഡൻ താക്കോലാണ് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഏതെങ്കിലും സേവനം ചെയ്യുന്ന സമയത്ത് ഒന്നാമതായി തൻ്റെ ഉള്ളിൽ നിമിത്തഭാവത്തിൻ്റെ സ്മൃതി വേണം. നിമിത്തഭാവം, വിനയഭാവം, ശുഭഭാവം, ആത്മീയ സ്നേഹത്തിൻ്റെ ഭാവം. അഥവാ ഈ ഭാവത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സേവനം ചെയ്യുന്നുവെങ്കിൽ സഹജമായി താങ്കളുടെ ഈ ഭാവത്തിലൂടെ ആത്മാക്കളുടെ ഭാവന പൂർത്തിയാകുന്നു. ഇന്നത്തെ ലോകർ ഓരോരുത്തരുടെയും ഭാവം എന്താണ് എന്നത് നോട്ട് ചെയ്യുന്നു. നിമിത്തഭാവത്തോടെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ അഭിമാനത്തിൻ്റെ ഭാവത്തോടെയാണോ എന്ന്. എവിടെ നിമിത്തഭാവമുണ്ടോ അവിടെ വിനയഭാവം ഓട്ടോമാറ്റിക്കലി വരുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, എന്ത് ശേഖരിക്കപ്പെട്ടു, എത്ര ശേഖരണം ഉണ്ടായി. കാരണം ഈ സമയം സംഗമയുഗം തന്നെയാണ് ശേഖരിക്കാനുള്ള യുഗം. പിന്നീടാണെങ്കിൽ മുഴുവൻ കൽപ്പവും ശേഖരണത്തിൻ്റെ പ്രാപ്തിയാണ്.
അപ്പോൾ ഈ വർഷം എന്താണ് വിശേഷമായി അറ്റൻഷൻ നൽകേണ്ടത്? അവരവരുടെ ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യൂ. ചെക്കറും ആകൂ, മേക്കറും ആകൂ. കാരണം സമയത്തിൻ്റെ സമീപതയുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബാബ്ദാദയോട് വാഗ്ദാനം ചെയ്തു നമ്മൾ സമാനമാകും എന്ന്. വാഗ്ദാനം ചെയ്തുവല്ലോ. ആരാണോ വാഗ്ദാനം ചെയ്തത് അവർ കൈ ഉയർത്തു. ഉറച്ച രീതിയിൽ ചെയ്തുവോ അതോ പേഴ്സൻറ്റേജിലാണോ? ഉറച്ച രീതിയിൽ ചെയ്തുവല്ലോ. എങ്കിൽ ബ്രഹ്മബാബയ്ക്ക് സമാനം കണക്കിൻ്റെ ശേഖരണം വേണമല്ലോ. ബ്രഹ്മബാബയ്ക്ക് സമാനം ആകണമെങ്കിൽ ബ്രഹ്മബാബയുടെ വിശേഷ ചരിത്രം എന്താണ് കണ്ടത്? ആദ്യം മുതൽ അന്ത്യം വരെ ഓരോ കാര്യത്തിലും ഞാൻ എന്ന് പറഞ്ഞോ അതോ ബാബ എന്ന് പറഞ്ഞോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല, ബാബ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുമായി കൂടിക്കാഴ്ച നടത്താനാണ് വന്നിരിക്കുന്നത്? ബാബയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുകയാണ്. ഞാനെന്ന ഭാവത്തിൻ്റെ അഭാവവും അവിദ്യയും ഇത് കണ്ടുവല്ലോ. കണ്ടുവോ? ഓരോ മുരളിയിലും ബാബ ബാബ എന്നെത്ര തവണ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സമാനമാവുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. ആദ്യം ഞാനെന്ന ഭാവത്തിൻ്റെ അഭാവം ഉണ്ടാകണം. മുൻപ് കേൾപ്പിച്ചിട്ടുണ്ട്, ബ്രാഹ്മണരുടെ ഞാനെന്ന ഭാവവും വളരെ റോയലാണ്. ഓർമ്മയുണ്ടല്ലോ, കേൾപ്പിച്ചിരുന്നുവല്ലോ. എല്ലാവരും ആഗ്രഹിക്കുന്നു ബാബ്ദാദയുടെ പ്രത്യക്ഷത ഉണ്ടാകണം, ബാബ്ദാദയെ പ്രത്യക്ഷമാക്കണം. പ്ലാൻ വളരെയധികം ഉണ്ടാക്കുന്നു, നല്ല പ്ലാൻ ഉണ്ടാക്കുന്നു. ബാബ്ദാദ സന്തുഷ്ടമാണ്. എന്നാൽ പ്ലാനിൽ ഈ റോയൽ രൂപത്തിലുള്ള ഞാനെന്ന ഭാവം സഫലതയിൽ കുറച്ച് പെർസെൻറ്റേജ് കുറയ്ക്കുന്നു. നാച്ചുറലായി സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ഓരോ സങ്കല്പത്തിലും ബാബ ബാബ എന്നത് സ്മൃതിയിൽ ഉണ്ടാകണം. ഞാനെന്ന ഭാവം അല്ല. ചെയ്യിക്കുന്നവനായ ബാബ്ദാദ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗദംബയുടെ വിശേഷ ധാരണ ഇതായിരുന്നു. ജഗദംബയുടെ സ്ലോഗൻ ഓർമ്മയുണ്ടോ? പഴയവർക്ക് ഓർമ്മയുണ്ടാകും. ഓർമ്മയുണ്ടോ? പറയൂ. ആജ്ഞാപിക്കുന്നവൻ്റെ ആജ്ഞ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു ജഗദംബയുടെ വിശേഷ ധാരണ. അപ്പോൾ നമ്പർ എടുക്കണമെങ്കിൽ, സമ്മാനം ആകണമെങ്കിൽ ഞാൻ എന്ന ഭാവം ഇല്ലാതാകണം. വായിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ബാബ ബാബ എന്ന വാക്ക് വരണം. കർമ്മത്തിലും താങ്കളുടെ മുഖത്തും ബാബയുടെ മൂർത്തി കാണപ്പെടണം. അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. ബാബ്ദാദ ഈ റോയൽ രൂപത്തിലുള്ള ഞാൻ ഞാൻ എന്ന ഗീതം വളരെയധികം കേൾക്കുന്നു. ഞാൻ എന്തു ചെയ്തുവോ അത് തന്നെയാണ് ശരി. ഞാൻ എന്ത് ചിന്തിച്ചുവോ അത് തന്നെയാണ് ശരി. അതുതന്നെയാണ് നടക്കേണ്ടത്. ഈ ഞാനെന്ന ഭാവം ചതിക്കുന്നു. ചിന്തിച്ചുകൊള്ളൂ, പറഞ്ഞുകൊള്ളൂ, പക്ഷേ നിമിത്തമായും വിനയഭാവത്തോടെയും. ബാബ്ദാദ മുൻപും ഒരു ആത്മീയ ഡ്രിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ഡ്രിൽ? ഇപ്പോൾ അധികാരി, ഇപ്പോൾ തന്നെ ബാലകൻ. വിചാരങ്ങൾ നൽകുന്നതിൽ അധികാരഭാവം. മെജോറിറ്റിയുടെയും ഫൈനൽ ഉണ്ടായതിനു ശേഷം ബാലകൻ്റെ ഭാവം. ഈ അധികാരിയും ബാലകനും ഈ ആത്മീയ ഡ്രിൽ വളരെ വളരെ ആവശ്യമാണ്. കേവലം ബാബ്ദാദയുടെ ശിക്ഷണത്തിൻ്റെ 3 വാക്കുകൾ ഓർമ്മ വയ്ക്കൂ. എല്ലാവർക്കും ഓർമ്മയുണ്ട്. മനസ്സ നിരാകാരി, വാച നിരഹങ്കാരി, കർമ്മത്തിൽ നിർവികാരി. എപ്പോഴെല്ലാം സങ്കല്പിക്കുന്നുവോ അപ്പോൾ നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സങ്കല്പിക്കൂ. മറ്റെല്ലാം മറന്നുപോയാലും ഈ 3 വാക്കുകൾ മറക്കാതിരിക്കൂ. സാകാര രൂപത്തിൻ്റെ ഈ 3 വാക്കുകളുടെ ശിക്ഷണം സമ്മാനമാണ്. ബ്രഹ്മബാബയോട് സാകാര രൂപത്തിലും സ്നേഹമുണ്ടായിരുന്നു. ഇപ്പോഴും പല ഡബിൾ ഫോറിനേഴ്സും അനുഭവം കേൾപ്പിക്കാറുണ്ട്.
ബ്രഹ്മബാബയോട് വളരെയധികം സ്നേഹമുണ്ട്. കണ്ടിട്ടില്ല, എന്നിട്ടും സ്നേഹമുണ്ട്. ഉണ്ടോ? ഡബിൾ ഫോറിനേഴ്സിന് ബ്രഹ്മബാബയോട് കൂടുതൽ സ്നേഹം ഉണ്ടല്ലോ. അപ്പോൾ ആരോടാണോ സ്നേഹമുള്ളത് അവരുടെ സമ്മാനം വളരെയധികം സൂക്ഷിച്ചു വയ്ക്കുന്നു. ചെറിയൊരു സമ്മാനമായിരുന്നാൽ പോലും അപ്പോൾ ആരോടാണോ അതിസ്നേഹമുള്ളത് അവരുടെ സമ്മാനം ഒളിപ്പിച്ചു വയ്ക്കുന്നു, സൂക്ഷിച്ചു വയ്ക്കുന്നു. അപ്പോൾ ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഈ 3 വാക്കുകളുടെ ശിക്ഷണത്തോടും സ്നേഹം, ഇതിൽ സമ്പന്നമാകുന്നത് അല്ലെങ്കിൽ സമാനമാകുന്നത് വളരെ സഹജമാകും. ഓർമ്മിക്കൂ, ബ്രഹ്മബാബ എന്താണ് പറഞ്ഞത്? അപ്പോൾ നവവർഷത്തിൽ വാചാസേവനം ചെയ്തുകൊള്ളൂ, ആർഭാടപൂർവം ചെയ്യൂ. എന്നാൽ അനുഭവം ഉണ്ടാക്കിക്കുന്നതിൻ്റെ സേവനം സദാ അറ്റൻഷനിൽ വയ്ക്കൂ. എല്ലാവരും ഇത് അനുഭവിക്കണം. ഈ സഹോദരിയിലൂടെ അല്ലെങ്കിൽ സഹോദരനിലൂടെ നമുക്ക് ശക്തിയുടെ അനുഭവം ഉണ്ടായി, ശാന്തിയുടെ അനുഭവമുണ്ടായി. കാരണം അനുഭവം ഒരിക്കലും മറക്കുന്നില്ല. കേട്ടത് മറന്നു പോകുന്നു. നല്ലതായി തോന്നുന്നു, പക്ഷേ മറന്നു പോകുന്നു. അനുഭവം ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അത് ആകർഷിച്ച് അവരെ താങ്കളുടെ സമീപം കൊണ്ടുവരും. സമ്പർക്കത്തിലുള്ളവർ സംബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കും. കാരണം സംബന്ധമില്ലാതെ സമ്പത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കില്ല. അപ്പോൾ അനുഭവം സംബന്ധത്തിൽ കൊണ്ടുവരുന്ന ഒന്നാണ്. ശരി, മനസ്സിലായോ? എന്തു ചെയ്യും? ചെക്ക് ചെയ്യൂ. ചെക്കറും ആകൂ, മേക്കറും ആകൂ. അനുഭവം ഉണ്ടാക്കിക്കുന്നതിൻ്റെ മേക്കറാകൂ. ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യുന്നതിൻ്റെ ചെക്കർ ആകൂ. ശരി. ഇപ്പോൾ എല്ലാവരും എന്തു ചെയ്യും? ബാബ്ദാദയ്ക്ക് നവവർഷത്തിൻ്റെ ഏതെങ്കിലും ഗിഫ്റ്റ് നൽകുമോ അതോ ഇല്ലേ? പുതുവർഷത്തിൽ എന്താണ് ചെയ്യുന്നത്? അന്യോന്യം ഗിഫ്റ്റ് നൽകുന്നുവല്ലോ. ഒരു കാർഡ് നൽകുന്നു, ഒരു ഗിഫ്റ്റ് നൽകുന്നു. ബാബ്ദാദയ്ക്ക് കാർഡ് വേണ്ട, റെക്കോർഡ് വേണം. എല്ലാ കുട്ടികളുടെയും റെക്കോർഡ് നമ്പർ 1 ആകണം. ഈ റെക്കോർഡ് വേണം. നിർവിഘ്നം ആകണം. ഇപ്പോൾ ഈ ചില വിഘ്നങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നല്ലോ. അപ്പോൾ ബാബ്ദാദയ്ക്ക് തമാശയുടെ ഒരു കളി ഓർമ്മ വരുന്നു. ഏതൊരു തമാശയുടെ കളി എന്നതറിയാമോ? ആ കളി ഇതാണ്. വൃദ്ധരായവർ പാവകളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. വൃദ്ധരാണ്, പക്ഷേ കളിക്കുന്നത് പാവകളുമായാണ്. അപ്പോൾ തമാശയുടെ കളിയാണല്ലോ. ഇപ്പോൾ ഏതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണോ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വാനപ്രസ്ഥ അവസ്ഥയിൽ ഉള്ളവരാണ്. കാര്യങ്ങൾ എത്ര ചെറുതുമാണ്. അപ്പോൾ ഈ റെക്കോർഡ് ബാബയ്ക്ക് നല്ലതായി തോന്നുന്നില്ല. ഇതിനു പകരം, കാർഡിന് പകരം റെക്കോർഡ് നൽകൂ. നിർവിഘ്നം. ചെറിയ കാര്യങ്ങൾ സമാപ്തം. വലുതിനെ ചെറുതാക്കുവാൻ പഠിക്കൂ. ചെറുതിനെ ഇല്ലായ്മ ചെയ്യാൻ പഠിക്കൂ. ബാബ്ദാദ ഓരോരോ കുട്ടിയുടെയും മുഖം ബാബ്ദാദയുടെ മുഖം കാണുന്നതിനുള്ള കണ്ണാടി ആക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ കണ്ണാടിയിൽ ബാബ്ദാദ കാണപ്പെടണം. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്ര കണ്ണാടി ബാബ്ദാദയ്ക്ക് ഗിഫ്റ്റായി നൽകൂ. ലോകത്തിൽ പരമാത്മാവ് കാണപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും കണ്ണാടിയേ ഇല്ല. അപ്പോൾ താങ്കൾ ഈ നവവർഷത്തിൻ്റെ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് നൽകൂ. വിചിത്ര കണ്ണാടിയായി മാറൂ. ആര് തന്നെ കണ്ടാലും ആര് തന്നെ കേട്ടാലും അവർക്ക് ബാബ്ദാദ തന്നെ കാണപ്പെടണം, കേൾക്കപ്പെടണം. ബാബയുടെ ശബ്ദം കേൾക്കപ്പെടണം. അപ്പോൾ സമ്മാനം നൽകുമോ? ആരാണോ നൽകുന്നതിൻ്റെ ദൃഢസങ്കല്പം എടുക്കുന്നത് അവർ കൈ ഉയർത്തു. ദൃഢസങ്കല്പത്തിൻ്റെ കൈ ഉയർത്തു. ഡബിൾ ഫോറിനേഴ്സും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സിന്ധി ഗ്രൂപ്പും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.
ചിന്തിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നല്ലതാണ്. ബാബ്ദാദയ്ക്ക് സിന്ധി ഗ്രൂപ്പിൽ പ്രതീക്ഷയുണ്ട്. ഏതൊരു പ്രതീക്ഷയാണുള്ളത് എന്ന് പറയട്ടെ. പ്രതീക്ഷ ഇതാണ്: സിന്ധി ഗ്രൂപ്പിൽ നിന്നും ഒരു ഇങ്ങനെയുള്ള മൈക്ക് വരണം. അവർ ചലഞ്ച് ചെയ്യണം. എന്തായിരുന്നു, എന്തായി മാറി. അവർ സിന്ധികളെ ഉണർത്തണം. പാവങ്ങൾ പാവങ്ങളാണ്, തിരിച്ചറിയുന്നതേയില്ല. ദേശത്തിൻ്റെ അവതാരത്തെ തന്നെ അറിയുന്നില്ല. അപ്പോൾ സിന്ധി ഗ്രൂപ്പിൽ നിന്നും ഇങ്ങനെയുള്ള മൈക്ക് വരണം. അവർ ചലഞ്ചോടുകൂടി ഇത് പറയണം: യഥാർത്ഥമായത് എന്താണ്, നമ്മൾ കേൾപ്പിക്കുകയാണ്. ശരിയാണോ? പ്രതീക്ഷ പൂർത്തീകരിക്കുമോ? ശരി. 4 ഭാഗത്തുമുള്ള സദാ അഖണ്ഡ മഹാദാനിയായ കുട്ടികൾക്ക് 4 ഭാഗത്തുമുള്ള ബാബയുടെ റൈറ്റ് ഹാൻഡും ആജ്ഞാകാരിയുമായ ഭുജങ്ങൾക്ക് 4 ഭാഗത്തുമുള്ള സദാ സർവ ആത്മാക്കൾക്ക് ധൈര്യത്തിൻ്റെ ചിറക് പിടിപ്പിക്കുന്ന ധൈര്യവാന്മാരായ ആത്മാക്കൾക്ക് 4 ഭാഗത്തുമുള്ള സദാ ബാബയ്ക്ക് സമാനം ഓരോ കർമ്മത്തിലും ഫോളോ ചെയ്യുന്നവർക്ക് ബ്രഹ്മ ബാബയുടെയും ജഗദംബയുടെയും ശിക്ഷണങ്ങളെ സദാ പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സർവ കുട്ടികൾക്കും വളരെ വളരെയധികം സ്നേഹസ്മരണകൾ, ആശീർവാദങ്ങൾ. നമസ്തേ. ഡബിൾ വിദേശികൾക്കും ഭാരതത്തിലെ കുട്ടികൾക്കും ഡബിൾ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും രണ്ടും നൽകുകയാണ്. ഏതുപോലെ ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോഴാണോ ഏതെങ്കിലും കാര്യം, ഇങ്ങനെയുള്ള കാര്യം വരുന്നത്, അപ്പോൾ ഇന്നത്തെ ദിവസം ഓർമ്മിച്ച് സന്തോഷത്തിൽ ആടണം. സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കണം. ഒരിക്കലും ദുഃഖത്തിൻ്റെ അല വരരുത്. ലോകത്തിൽ ദുഃഖം നൽകുന്ന അനേകം ആത്മാക്കളുണ്ട്. താങ്കൾ സുഖം നൽകുന്നവരും സുഖം നേടുന്നവരും സുഖദാതാവിൻ്റെ കുട്ടികൾ സുഖസ്വരൂപവുമാണ്. ചിലപ്പോൾ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ചിലപ്പോൾ ശാന്തിയുടെ ഊഞ്ഞാലിലാടൂ. ആടിക്കൊണ്ടേയിരിക്കൂ. താഴെ മണ്ണിൽ പാദം വയ്ക്കരുത്. ആടിക്കൊണ്ടേയിരിക്കണം. സന്തോഷമായിരിക്കണം. എല്ലാവരെയും സന്തുഷ്ടമാക്കണം. മറ്റുള്ളവർക്ക് സന്തോഷം വിതരണം ചെയ്യണം. ശരി. ഓം ശാന്തി. വരദാനം. ഫരിസ്ത സ്ഥിതിയിലൂടെ ബാബയുടെ സ്നേഹത്തിനുള്ള റിട്ടേൺ നൽകുന്ന പരിഹാര സ്വരൂപമായി ഭവിക്കട്ടെ. ഫരിസ്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. ഇതുതന്നെയാണ് ബാബയുടെ സ്നേഹത്തിനുള്ള റിട്ടേൺ. ഇങ്ങനെ റിട്ടേൺ നൽകുന്നവർ പരിഹാര സ്വരൂപം ആകുന്നു. പരിഹാര സ്വരൂപം ആകുന്നതിലൂടെ സ്വയം തൻ്റെയും അന്യ ആത്മാക്കളുടെയും സമസ്യകൾ സ്വതവേ സമാപ്തമാകുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള സേവനം ചെയ്യുന്നതിനുള്ള സമയമാണ്. നേടുന്നതിനോടൊപ്പം നൽകുന്നതിൻ്റെ സമയമാണ്. അതിനാൽ ഇപ്പോൾ ബാബയ്ക്ക് സമാനം ഉപകാരിയായി വിളികൾ കേട്ട് തൻ്റെ ഫരിസ്ത രൂപത്തിലൂടെ ആ ആത്മാക്കളുടെ അടുക്കൽ എത്തിച്ചേരൂ. സമസ്യകളാൽ ക്ഷീണിതരായിരിക്കുന്ന ആത്മാക്കളുടെ ക്ഷീണം അകറ്റൂ. സ്ലോഗൻ: വ്യർത്ഥത്തോട് നിശ്ചിന്തമാകൂ, മര്യാദകളോടല്ല. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. പരസ്പരമുള്ള സംസ്കാരങ്ങളിൽ ഏതൊരു ഭിന്നതയുണ്ടോ അതിനെ ഏകതയിലേക്ക് കൊണ്ടുവരണം. ഏകതയ്ക്ക് വേണ്ടി വർത്തമാന സമയത്തെ ഭിന്നത ഇല്ലാതാക്കി 2 കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഒന്ന്, ഏകനാമിയായി സദാ ഓരോ കാര്യത്തിലും ഒന്നിൻ്റെ തന്നെ പേര് പറയൂ. അതിനോടൊപ്പം സങ്കല്പങ്ങളുടെയും സമയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഖജനാവിൻ്റെ ഇക്കോണമി ചെയ്യൂ. പിന്നെ ഞാൻ എന്നത് ലയിച്ച് ഒരു ബാബയിൽ എല്ലാ ഭിന്നതയും ലയിച്ചു ചേരും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവ്
ബുദ്ധിബലത്തിലൂടെ എൻ്റെ സത്പിതാവിൻ്റെയും സത്ശിക്ഷകൻ്റെയും സദ്ഗുരുവിൻ്റെയും സത്സംഗത്തിൽ ഇരിക്കുകയാണ്. ഈ അതിശ്രേഷ്ഠവും ഏറ്റവും ഉയർന്നതുമായ സത്സംഗം എന്നെ ഹർഷിതവും ഭാരരഹിതവും ആക്കുന്നു. പ്രകാശരൂപിയായ ശിവബാബയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ എന്നിൽ സന്തോഷത്തിൻ്റെ അലകൾ ഉൽപ്പന്നമാക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ സത്യമിത്രമായ ബാബയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ ഈ സർവശ്രേഷ്ഠ സത്സംഗത്തിൻ്റെ ഈശ്വരീയ ലഹരി ദേവപദപ്രാപ്തിയുടെ അതിരില്ലാത്ത സന്തോഷം എന്നിൽ ഉണർന്നു വരുന്നു. ബാബയുമായുള്ള ഈ സത്സംഗം സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും ഖജനാവുകളുടെ നിറവ് എന്നിൽ വരുത്തുകയാണ്. എൻ്റെ ആത്മീയ തിളക്കം വർദ്ധിക്കുന്നു. ഈ പരിധിയില്ലാത്ത സൃഷ്ടി നാടകത്തിലെ ഓരോ ആത്മാവിൻ്റെയും ഭിന്ന ഭിന്ന അഭിനയ ഭാഗങ്ങൾ കാണുമ്പോഴും അസന്തുഷ്ടമാകാതെ സർവർക്കും സന്തുഷ്ടതയാകുന്ന ഈശ്വരീയ പ്രസാദം നൽകുന്ന സന്തുഷ്ടമണിയായി ഞാൻ മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേഹിയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ശിവബാബയുമായുള്ള സത്സംഗം നിലനിർത്തുമ്പോൾ എനിക്ക് ചുറ്റും ഒരു ദിവ്യ പ്രഭാവലയം രൂപപ്പെടുന്നു. ഈ പ്രഭാവലയം എന്നെ മായയുടെ വിപരീതമായ പ്രഭാവങ്ങൾ ഏൽക്കുന്നതിൽ നിന്നും സമ്പൂർണ്ണ സുരക്ഷിതമാക്കി വയ്ക്കുന്നു.